ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജനയുമായിട്ടുള്ള അജയുടെ വിവാഹം എത്രയും പെട്ടെന്ന് വേണമെന്ന് സൗഭാഗ്യപുരത്തെ അമ്മ തീരുമാനിക്കാണ്. അജയ്ക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നറിയില്ല. ആരോട് പറഞ്ഞാലും തൻ്റെ ദുഃഖം മനസ്സിലാക്കാനും പോകുന്നില്ല. അഞ്ജനയെ പോലൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ തനിക്ക് താലി കെട്ടാനാവില്ല എന്നവൻ്റെ ഫ്രണ്ട് അൽഫോൺസിയോട് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് മറ്റൊരു വഴിയില്ല. വേറെന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ നീ ഒരാളെ വിവാഹം കഴിച്ച് വീട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. ഞാൻ സ്നേഹിച്ച പെണ്ണാണ് ഇവളെന്ന് പറഞ്ഞ് അതിനും ആവില്ലല്ലോ. എന്നാലും എന്ത് ചെയ്യടാ? ആ സമയത്താണ് അൽഫോൺസയെ കാണാൻ ഒരു സ്ത്രീയും പുരുഷനും വരുന്നത്. ഇവരോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഒരു കോൺട്രാക്ട് മാരേജിൻ്റെ കാര്യം ഇവരെന്നോട് സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് അൽഫോൺസ് അവരെ കാണാനായിട്ട് പോവാണ്. ആ സമയത്ത് അജയ് എന്താണ് ഈ കോൺട്രാക്ട് മാരേജ്, അത് നല്ല ഐഡിയ ആണല്ലോ എന്നെല്ലാം തോന്നിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആ ക്ലയൻറ്റുകളായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കായിരിക്കും അൽഫോൺസ. ആ സമയത്ത് ഭൂമി അവിടെയുണ്ട്. എന്താ ഇത്? ഇതേ ഇവരുടെ വിവാഹം നടത്തണം. ഒരു വർഷത്തിന് വിവാഹമോ? അതെന്താ അങ്ങനെ? അതെ, വീട്ടുകാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടുകാർക്ക് നിർബന്ധം വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് ഒരുങ്ങാതെ ഒരു കോൺട്രാക്ട് മാരേജ് ആയിട്ട് ഇവർ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നടത്തേണ്ടതാണോ വിവാഹം? താലിക്ക് ഒരു പവിത്രതയില്ലേ എന്നെല്ലാം ഭൂമി ചോദിക്കുന്നുണ്ട്. താലിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വളരെ ഇതായിട്ട് അവൾ സംസാരിക്കാണ്. ഇതെല്ലാം അജയ് കാണുന്നുണ്ട്. ഭൂമിയെപ്പോലെ ഒരു പെൺകുട്ടി, പഠിപ്പും വിവരമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണം എന്നെല്ലാം അവൻ മനസ്സുകൊണ്ട് ആലോചിക്കുക. അങ്ങനെ ആ ക്ലയൻറ്റുകളങ്ങ് പോയതിന് ശേഷം അജയ് അൽഫോൺസിയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തായി കാര്യങ്ങളൊക്കെ? എന്നിട്ട് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? പേപ്പറെല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലൊരു വിവാഹം നിനക്ക് കഴിച്ചൂടെ? ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയാതെന്ന പോലെ ചോദിക്കുന്നുണ്ട് അജയ് അടുത്ത്. അതെ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. അങ്ങനെയാണ് ഭൂമിയെ, അതുപോലൊരു പെൺകുട്ടി, ഭൂമിക്കിപ്പോൾ പണത്തിന് ആവശ്യമുണ്ട്. അവൾക്ക് പണം കൊടുക്കാം, അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം. അല്ലാതെ പെട്ടെന്നൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ അതത്ര ഈസിയല്ല. പിന്നെ ഭൂമി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും എനിക്ക് അവളോട് ഇത്തിരി അടുപ്പമുണ്ടതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. ഞങ്ങൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭൂമിയെ കൊണ്ട് അവർ സമ്മതിപ്പിക്കാണ്. അമ്മയെ ജയിലിൽ നിറക്കാൻ പണം വേണം. അതിനു വേണ്ടി തന്നെ അജയുമായിട്ടുള്ള വിവാഹത്തിന് അവർ സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അജയ് ഭൂമി ഇങ്ങനെ വളരെ ദേഷ്യപ്പെടുന്നുണ്ട് അജയുടെ അടുത്ത്. അന്നേരം അജയ് പറയും, എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട് നയന. അവൾ എവിടെയാണോ എന്താണോന്ന് അറിയില്ല. എല്ലാവരും പറയുന്നു അവൾ മരിച്ചു പോയെന്ന്. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അതെൻ്റെ നയനയാണ്. അവളല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഒരു ജീവിതം എനിക്ക് ആലോചിക്കാനും കൂടെ വയ്യ. അഞ്ജനയുടെ കാര്യത്തിൽ ഞാൻ താലി കെട്ടിയാൽ എൻ്റെ ജീവിതം എന്താവുമെന്നും എനിക്കറിയില്ല. അവൾ ഇപ്പം തന്നെ എൻ്റെ റൂം കൈയടക്കി എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവളിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടിയാണ് ഭൂമി എന്നെ സഹായിക്കണം. ഒടുവിൽ മനസ്സോടെ ആണെങ്കിലും ഭൂമി തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഭൂമിയുമായി വിവാഹം കഴിച്ച് കയറി വരുമ്പോൾ സത്യദാസാണ് ആദ്യം പിണങ്ങിപ്പോകുന്നത്. ഭൂമിയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. ഭൂമിക്കത് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. എന്നാലും ആ വീട്ടിലെ സംഗീത അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. പതിയെ എല്ലാവരുടെയും ദേഷ്യം മാറുന്നുണ്ട്. അങ്ങനെ അജയുടെ റൂമിൽ നൈനയുടെ ഫോട്ടോ കാണുമ്പോൾ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ ഫോട്ടോയിൽ ഇങ്ങനെ തഴുകാണ് ഭൂമി. എവിടെയോ കണ്ടു മറഞ്ഞ മുഖം പോലെ. നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അല്ലേ എന്ന് നൈനയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഭൂമി ചോദിക്കുമ്പോൾ അജയ് അത് കേട്ടോടങ്ങ് വരാം. നിങ്ങൾ എവിടെ വെച്ച് കാണാനും ഒരു സാധ്യതയില്ല. അല്ല സാറേ, ഇവരെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല മുഖപരിചയം. ഇതായിരുന്നു എൻ്റെ നയന. അവളെപ്പോലെ ഞാൻ ഇന്നേ വരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. അവൾ അത്രയ്ക്കും നല്ലവളായിരുന്നു ഭൂമിയെപ്പോലെ എന്നെല്ലാം പറയുവാണ്. അങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ നാണുമേലായിട്ട് പോയിക്കൊണ്ടിരിക്കാട്ടോ. ആർക്കും അറിയില്ല ഇവരൊരു കോൺട്രാക്ട് മാരേജിലൂടെയാണ് ഇവിടേക്ക് വന്നതെന്ന കാര്യം. എന്നാൽ ഒരു ദിവസം ഭൂമി പുറത്തേക്ക് പോകുന്ന സമയത്ത് അവൾ അമ്മയെ ഇറക്കണമല്ലോ. ഇതുവരെ അമ്മയുടെ ഇറക്കാൻ വേണ്ടി അവൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ കൊലപാതകത്തെ തെളിയിക്കാനായിട്ട് പല വഴികളിലൂടെ അവൾ സഞ്ചരിക്കുന്നുണ്ട്. ആ സമയത്താണ് നെയ്നെ പോലെ ഒരാൾ ഭിക്ഷ എടുക്കുന്നത് അവൾ കാണുന്നത്. അവൾക്കങ്ങ് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. വീണ്ടും അവളിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ഒരു ബസ് വന്ന് നിൽക്കുകയും പെട്ടെന്ന് അവരെ കാണാതാവുകയും ചെയ്യാണ്. ആ സമയം ഭൂമിയുടെ മനസ്സ് നിറയെ ആ ഒരു നയനെക്കുറിച്ച് മാത്രമായിരുന്നു. വീട്ടിലെത്തിയ അജയ് അവളിങ്ങനെ ചിന്തയായിരിക്കുന്ന കാണുമ്പോൾ, എന്ത് പറ്റി? ഇന്ന് വലിയ ആലോചന ആയിരുന്നല്ലോ. എന്താ നിനക്ക് പറ്റിയത്? നിൻ്റെ അച്ഛൻ്റെ കേസിൽ വല്ല തുമ്പും കിട്ടുമോ? അതല്ല, മറ്റൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റെന്ത് കാര്യം?
ഇത് കണ്ടോ, ഈ നൈനയെ ഞാൻ കണ്ടു ഇന്ന്. ഇവിടെ കണ്ടെന്നോ? എന്ത് വിഡ്ഢിത്താ നീ പറയുന്നത്? അത് മറ്റാരെങ്കിലും ആയിരിക്കും. അല്ല, റോഡരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഞാൻ കണ്ടത്. അവളൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾ ഈ ഭൂമുഖത്ത് ഉണ്ടോ എന്ന് പോലും അറിയില്ല. മരിച്ചുപോയെന്ന എല്ലാവരും പറയുന്നത്. ഇല്ല, ജീവിച്ചിരിക്കണ്ട അജയ്. സത്യം സാർ, ഞാൻ കണ്ടതാ. എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അങ്ങനെ ഭൂമി പറയുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ അവൻ്റെ ഉള്ളിൽ. എന്ത് പറ്റിയതാ നൈനയ്ക്ക്? അവൾ എങ്ങോട്ട് പോയി? തിരിച്ചു വരുമോ എന്ന് പോലും തനിക്കറിയില്ല. അങ്ങനെയാണ് അവളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ? ഒരു പ്രതീക്ഷ അജയുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. അജയ് പുറത്തുമായി ബാൽക്കണിയിൽ ഫോൺ ചെയ്ത് നിൽക്കാണ്. അൺഫോൺസിക്കായിരിക്കും. ഭൂമി പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറ. എടാ, നേനിയെ ഭൂമി കണ്ടെന്ന് അതിൽ വല്ല സത്യവും ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഭവാനി അവിടേക്ക് വരാട്ടോ. ഭവാനി ആ ഫോൺ സംഭാഷണം മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. നയന, അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? അവൾ ഇവിടെ ഭിക്ഷ എടുക്കുന്നെന്നോ? എന്താ ഇത്? തൻ്റെ ജീവിതം തകർക്കാനായിട്ട് ഓരോരുത്തർ കയറി വരികയാണല്ലോ. എല്ലാ സത്യങ്ങളും ഇവരെല്ലാവരും അറിയല്ലോ എന്നെല്ലാം ഭയന്നുകൊണ്ട് തന്നെ ഭവാനി ധൃതിയിൽ ആർക്കെയോ ഫോൺ ചെയ്തിട്ടുണ്ട്. അവൾ രക്ഷപ്പെടാൻ പാടില്ല, എല്ലായിടത്തും അരിച്ചു പെറുക്കണം. അവൾ ഭിക്ഷ യാചിക്കുന്നെന്ന് എല്ലാം കേട്ടുകൊണ്ട് കഴിയുമ്പോൾ കമാല് പറയും, മാഡം എത്രയും പെട്ടെന്ന് അവളുടെ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് അയക്കും. ഞാൻ അവളെ കണ്ടുപിടിച്ച് തീർത്തു തരാം. ഇനിയും ഒരബദ്ധം പറ്റിപ്പോകരുത്. അവളെ കൊല്ലാൻ കൊടുത്തവൻ ചതിച്ചതാ. അവരെന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. അവനെയും ഞാൻ കാണുന്നുണ്ട്. ഭവാനി അവരെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആർക്കും ഫോൺ കിട്ടുന്നില്ല കേട്ടോ. എല്ലാവരും കൂടി ചേർന്ന് ഈ ഭവാനിയെ ചതിക്കാമെന്ന് കരുതിയോ? അവൾ ആരും കാണാൻ പാടില്ല. ഒരുപക്ഷെ അവൾ എന്നെ കണ്ടതാണ്. അവൾ കെട്ടിയിട്ട വീട്ടിലേക്ക് താനും പോയതാണ്. എല്ലാം കേട്ടും ഭയന്ന് നിൽക്കായിരിക്കും ഭവാനി. എങ്ങനെയെങ്കിലും നൈനിയെ അജയ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൻ്റെ കാര്യങ്ങൾ പുറത്താവും. എല്ലാത്തിനും പിന്നിൽ താനാണെന്ന് മനസ്സിലാവും. അജയും നൈനയും പ്രണയത്തിലായ വിവരം ആദ്യം അറിയുന്നത് ഭവാനിയ. തൻ്റെ മകളെ അവൻ വിവാഹം കഴിക്കണം. അതിനുവേണ്ടി നൈനയെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ഭവാനി പിന്നീട് നടത്തിക്കൊണ്ടിരുന്നത്. അഞ്ജനെ വിവാഹം കഴിച്ചാൽ മാത്രമേ ഈ സൗഭാഗ്യപുരത്ത് തനിക്കൊരു നിലയുറപ്പുള്ളൂ. ഈ വീട് എല്ലാ അവകാശങ്ങളും തൻ്റെയും മകളുടെയും കൈവശം വരണം. അതിനുവേണ്ടി തന്നെയാണ് നൈനയുമായിട്ട് അജയ് അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ഭവാനി അവളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയും ആ പ്രണയ നിമിഷങ്ങളെല്ലാം ഭവാനി കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഒരു ജോലി കഴിഞ്ഞ് തിരികെ പോകുന്ന നൈനയെ കാറിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോവായിരുന്നു. പിന്നീട് ഒരിക്കലും ആരെ നൈനയെ കണ്ടിട്ടു പോലും ഉണ്ടായിരുന്നില്ല. നൈനയുടെ നിരോധാനം അജയെ അത്രയും വേദനിപ്പിച്ചിരുന്നു. പിന്നീട് പോലീസുകാരന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരു സ്ത്രീയുടെ ജഡം കായലിൽ കിടപ്പുണ്ടെന്ന കാര്യം അത് അവളാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. എന്നാൽ ഇവളെ മറ്റൊരു കെട്ടിടത്തിൽ പൂട്ടിയിട്ട് അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നു ഭവാനിയുടെ ഗുണ്ടകൾ. അത് അവളെ കൊന്നുകളഞ്ഞെന്ന് അവരവളോട് പറഞ്ഞിരുന്നത് ഭവാനിയുടെ അടുത്ത്. ഭവാനിയും അത് വിശ്വസിച്ചു. എന്നാൽ ഗുണ്ടകൾ അവളെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യായിരുന്നു. ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അവിടെ വന്ന് അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ് സംഭവിച്ചത്. പിന്നീട് എപ്പോഴോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട നിലയിലാണ് കേട്ടോ പിന്നീട് അവൾ അഭിക്ഷ യാചിക്കാനൊക്കെ അവിടെ ഇവിടെ നടക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ഭവാനിക്ക് അറിയില്ല. അവളെങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്, അവളെ കണ്ടിട്ടുണ്ടെന്ന കാര്യം മനസ്സിലായി. താൻ കൊട്ടേഷൻ കൊടുത്തവർ അവളെ കൊന്നു കളഞ്ഞിട്ടില്ലെന്നും ഭവാനിക്കറിയാം. അജിയാണെങ്കിലോ ഈ സത്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ അജിയും പിന്നീട് അവൾ എവിടെയെങ്കിലും കാണും എന്ന പ്രതീക്ഷയിൽ തന്നെ നടക്കാണ്. ഭൂമിക്ക് തോന്നിയതായിരിക്കും ഒരിക്കലും അവൾ മടങ്ങി വരില്ല എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അജയ്ക്ക്. അങ്ങനെ ഇരിക്കുകയാണ് പോലീസ് വാഹനത്തിൽ അവൻ യാത്ര പോകുന്ന സമയത്ത് സിഗ്നലിൻ്റെ അവിടെ വാഹനം നിർത്തിയിട്ട് അലക്ഷ്യമായി പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഒരാളിങ്ങനെ ഭിക്ഷ യാചിക്കുന്നത് കാണുന്നത്. അതെ, ഭൂമി പറഞ്ഞ പോലെ തന്നെ അത് തന്നെ നൈനയല്ലേ എന്നെല്ലാം കരുതിക്കൊണ്ട് അവൻ ഒരു ജീപ്പിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടുന്നുണ്ട്. എന്നാലോ പുറത്തേക്ക് ഓടുമെങ്കിലും അപ്പോഴേക്കും ഈ ഒരു പോലീസുകാരെ ഓടി വരുന്ന കാണുമ്പോൾ നൈന അവിടെ നിന്ന് ഓടി മറിഞ്ഞു പോവാണ് കേട്ടോ. നൈനയെ പിന്നെ അവൻ കാണുന്നില്ല. അവൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നെല്ലാം അവൻ ഓർക്കുന്നുണ്ട്. അവിടെ അരിച്ചു പെറുക്കിയെങ്കിലും നൈനയെ കാണുന്നില്ല. അപ്പോൾ ഭൂമി കണ്ടത് സത്യം തന്നെയാണ്. നൈനയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവൾ എന്തിനാ എന്നെ കണ്ടപ്പോൾ ഓടിയത്? എന്നാൽ നൈനയ്ക്ക് ആരെയും ഓർമ്മയുണ്ടാവില്ല. പോലീസുകാരനെ കണ്ടപ്പോൾ ഭയന്ന് ഓടിയതായിരിക്കും. അവൾക്ക് അവൾ ആരാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലായിരിക്കും.
താൻ കണ്ട കാഴ്ച അൻഫോഴ്സിയോട് പറയാ തൻ്റെ പെങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നി. അവൻക്കും വലിയ പ്രതീക്ഷ തോന്നട്ടെ. നമുക്കൊരു അന്വേഷണം നടത്തിയാലോ? അത് എല്ലാ തെരുവുകളിലും ഭിക്ഷക്കാരെയും എല്ലാം നമുക്ക് പൊക്കണം. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം നൈനയെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട നിലയിൽ വളരെ അവശയായിട്ടാണ് അവളെ കാണുന്നത്. അവളെ കണ്ടതും ചേർത്ത് പിടിക്കുക. എന്നാൽ അജിയെ കണ്ട് ഭയന്ന് വിറച്ച് നിൽക്കായിരിക്കും നൈന. അവൾക്ക് ആരെയും ഓർമ്മയില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ അജയ് നെട്ടിപ്പോവാണ്. അതെ, വല്ലാതെ മാനസിക വിഭ്രാന്തിയോടു കൂടെയായിരുന്നു നൈന. അവളെ എന്നാലും താൻ വിട്ടുകളയില്ല. മനസ്സറിഞ്ഞ് സ്നേഹിച്ചവളാ തൻ്റെ നൈന എന്ന് മനസ്സിലാക്കി അജയ് അവൾക്ക് നല്ല ഒരു കെയറിങ്ങും അതുപോലെ ഹോസ്പിറ്റലും എല്ലാം അഡ്മിറ്റ് ചെയ്ത് അവളെ ചികിത്സിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പിന്നീട് ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം കേട്ട് അജയ് പോലും നെട്ടിത്തലക്ക. ഇത്രയും കാലം കാത്തിരുന്നിട്ടും തന്നെ ഒന്ന് തിരിച്ചറിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു നൈന എന്ന് കേട്ടതോടുകൂടെ അവൻ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ പൊട്ടിക്കരയുന്നുണ്ട്. ഭൂമി അവൻ്റെ അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിക്കുക. സാറിങ്ങനെ കരഞ്ഞാലോ? എന്നോ മരിച്ചു പോയെന്ന് കരുതിയ ആളെ വീണ്ടും കാണാൻ കഴിഞ്ഞില്ലേ? ഇപ്പോൾ എന്നാലും അവൾ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് ജീവിച്ചത്? ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് പോലും എനിക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ ഭൂമി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഭൂമിയെ കെട്ടിപ്പിടിച്ച് കരയാ. സാർ വിഷമിക്കല്ലേ, നേനെ കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതിക്കൂടെ? എന്നാലും ഒരു പോലീസ് ഓഫീസറായിട്ടും എനിക്ക് ഇത്രയും നാളും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിങ്ങി പൊട്ടിക്കരയാണ്. അങ്ങനെ അവളുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അജയ്ക്ക് വളരെ മാനസപ്രയാസാണ് കേട്ടോ. തൻ്റെ അവൾക്ക് ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഒരുവരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സുകൊണ്ട് ദൃഢനിശ്ചയം എടുക്കുന്നുണ്ട്. താൻ അത്രയും സ്നേഹിച്ച പെണ്ണ് ഇത്രയും കാലം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് ഓർക്കും തോറും അവൻക്ക് ചങ്ക് പൊട്ടുന്ന വേദനയുണ്ട്. ഭവാനി അവൾ തീർന്നു കഴിഞ്ഞെന്ന് കാണുമ്പോഴാണ് അവൾക്കും തന്നെ സമാധാനമാവുക. രാത്രിയിൽ അവളെ താമസിപ്പിച്ചിരുന്ന ഹോസ്പിറ്റലിൽ കയറി അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. എന്നാൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതൊരു മരണമായി സ്ഥിരീകരിച്ചു. അതുകൊണ്ട് ആർക്കും സംശയമൊന്നും ഉണ്ടായില്ല. എന്നാൽ നൈനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് അജയ് പോലും ഞെട്ടിപ്പോയി. അതിൽ പ്രധാന കാരണം പറയുന്നത് ശ്വാസതടസ്സം കൊണ്ട് മരണപ്പെട്ടെന്ന് ഡോക്ടറും പറയാണ്. അങ്ങനൊരു അവസ്ഥ പോലും ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നില്ല. മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു, അതുപോലെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. ആരോ അതിനുള്ളിൽ കയറി അവളെ കൊലപ്പെടുത്തിയതായിരിക്കാം. അങ്ങനെ CCTV ഫുട്ടേജ് എല്ലാം പരിശോധിക്കുന്ന സമയത്തും അവിടുത്തെ ആ ഒരു ദിവസത്തെ CCTV വർക്കാവുന്നില്ല എന്ന കാര്യം അജയ് മനസ്സിലാക്കാണ്. ഈ കേസ് ഞാൻ അങ്ങനെ വിടുന്നില്ല. അങ്ങനെ ഭൂമിയും അജയും കൂടി തന്നെ ആ കേസ് തെളിയിക്കാൻ വേണ്ടി തീരുമാനിക്കാണ്. ഭൂമിയുടെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് അജയെ അവൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതോടുകൂടെ ഭവാനിയാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണക്കാരി എന്ന് മനസ്സിലായപ്പോൾ അവളുടെ അച്ഛൻ അച്യുതൻ്റെയും അതുപോലെ നൈനയുടെയും കൊലപാതകത്തിനും എല്ലാവരുടെയും കൊലപാതകത്തിനും സുമിത്രയുടെ നിരോധനത്തിനും എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞിരുന്നു. എല്ലാത്തിനും പിന്നിൽ ഭവാനിയാണെന്ന് അപ്പോഴേക്കും എപ്പിസോഡൊക്കെ ഒരുപാട് ആയി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഭൂമി തൻ്റെ മുറപ്പെണ്ണാണെന്നും അജയ് തിരിച്ചറിയുകയൊക്കെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ നൈന ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. അവൾ പിന്നീടാണ് മരിച്ചിട്ടുള്ള കാര്യം ഒക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.